ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബനാന ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 5 ചെറുപഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവനാണ്. ഏത് ബനാന വെച്ച് നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ നിന്ന് 3 ബനാന നമുക്ക് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തവി വെച്ച് ഇത് നല്ലവണ്ണം ഉടച്ചു കൊടുക്കണം. നന്നായി ഉടച്ചു കൊടുക്കണം. ഇനിയിപ്പോ ഇങ്ങനെ ഉടച്ചു കൊടുക്കാൻ മടിയുള്ളവർക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. പക്ഷെ ഇങ്ങനെ ഉടച്ചു ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 4 ഏലക്ക ചതച്ചതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ കുരു മാത്രമാണ് ചതച്ചത്. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹോർലിക്സ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇപ്പം ഞാൻ ഹോർലിക്സ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും നിർബന്ധമല്ല, അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതിന് പകരം കുറച്ചും കൂടി പഞ്ചസാര ചേർത്താലും മതി. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റിയായി മാറും. ഹോർലിക്സ് ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഹോർലിക്സും കണ്ടൻസ്ഡ് മിൽക്കും പഴവും പഞ്ചസാരയും ഒക്കെ നന്നായി മിക്സായി വരുന്നത് വരെ നന്നായി ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. അപ്പൊ ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് കാച്ചിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. അപ്പൊ ഇനി പാൽ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. ബനാനയും പാലും എല്ലാം ചേർന്ന് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. ഇനി ഈ ജ്യൂസിലേക്ക് 3 ബനാന ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർത്ത പഴം നന്നായി ഉടച്ചെടുത്തത് കാരണം നമ്മുടെ പാലിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കുടിക്കുന്ന സമയത്ത് കടിക്കാൻ ഇങ്ങനെ കുറച്ച് ബനാന ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് വേണമെങ്കിൽ പായസം ഒന്നും പറയാട്ടോ ഇതിന്. കാരണം പാലും പഞ്ചസാരയും പഴവും കണ്ടൻസ്ഡ് മിൽക്കും ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തത് കാരണം കുക്ക് ചെയ്യാത്തൊരു പായസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വിഷുവിന് നമുക്ക് പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്, ഡ്രിങ്കുമാണ്. അപ്പൊ ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. നമുക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പും മാറും, ദാഹവും മാറും. അങ്ങനെയുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പൊ നമ്മുടെ ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഹോർലിക്സ് വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് നിർബന്ധമൊന്നുമില്ല. ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചെറി വെച്ച് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പൊ ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ ഈ ഡ്രിങ്ക് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പൊ ഇനി ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.